ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗാണ്. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വ്ളോഗ് കാണാം. ഓക്കെ. ഒരു പുതിയ ആളിനെ കണ്ടോ ബാക്കിൽ? സോറി, പുതിയ ആളല്ല കേട്ടോ. എവിടെ ഇത് പഴയ ആളാ കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പഴയ വ്ളോഗിലൊക്കെ ഉണ്ട്. തെങ്ങമ്മ വ്ളോഗ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞാൻ ശീതളിന് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ പോവാം. അടുത്തെങ്ങും അല്ല, ഇച്ചിരി ദൂരെയാണ്. സോ അയാളിപ്പോൾ നല്ല ഉറക്കമാണ്. സമയം 6 മണിയായി. പുറത്ത് ഇരുട്ടായതാണ് ഇവിടെ ലൈറ്റ് ഇട്ടേക്കുന്നത്. കാണിച്ചത് ഇതാ കണ്ടോ. ഞാനപ്പം അയാളെ വിളിച്ചുകൊണ്ടാ. എന്നിട്ടിപ്പോൾ പറയാൻ പോണത് നമുക്ക് ചായ കുടിക്കാൻ പോകാൻ ഉദ്ദേശിച്ചത്. കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി ആണല്ലോ. അപ്പം രാവിലെ തന്നെ നമുക്കൊരു ചായ കുടിക്കാൻ പോകാം. എടപ്പള്ളി നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അന്ധകാരത്തിലേക്കുള്ള യാത്ര. വെളിച്ചം ദുഃഖമാണ് ഉണ്ടെങ്കിൽ തമസ്സല്ലോ സുഖപ്രദമാണ്. ഹാപ്പി ആനിവേഴ്സറി. ഹലോ, ഇന്നലെ പറഞ്ഞു എന്തോ ഞാൻ, നമുക്ക് രാവിലെ ചായ കുടിക്കാൻ പോകണ്ടേ? അന്ന് എഴുന്നേക്ക്. എത്ര മണി? 6:45. 6:45 ചായ കുടിക്കുന്ന 8 മണിയാവട്ടെ. 8 മണിയാവട്ടെ. അപ്പോഴത്തേക്ക് അടച്ചു പോകുമ്പോ എഴുന്നേക്കും. കുഞ്ഞെഴുന്നേക്ക് ബാ. കാറിന് പോവാം. നമുക്ക് പോയിട്ട് വെച്ച് വേക്കട്ട് തുടങ്ങിക്കോ. അവിടെ ചെണ്ടി വിളിക്കാം. ബാ, എഴുന്നേക്കോ. അയ്യോ, എഴുന്നേറ്റോ. സ്കിപ്പ് ചെയ്ത് നോക്കി. Pikachu. ഇതൊരു ഡെഡ് ബോഡി അല്ല. ഈ ഏണി വഴിയാണ് അവരിറങ്ങിയത്. ഞാൻ മേളിൽ നിന്ന് കിട്ടിയാലോ? നല്ലൊരു വിഷ്വൽ കിട്ടിയാലോ? ചേട്ടാ ഫ്രണ്ട് നോക്ക്. ആ ഇരുട്ട് മൂടി അന്തരീക്ഷം ചേട്ടാ. ഒരു വെട്ടം കാണുന്നുണ്ടോ? എന്ത് ഈച്ച? ഒരാളെ ഡെഡ് ബോഡിയും കിടപ്പുണ്ടോ? അതുപോലെ അന്തരീക്ഷം. എല്ലാവരും നോക്കിക്കോണം. ഞങ്ങൾ ഇത്രയൊക്കെ പോയി കാട്ടിലൊക്കെ കയറി തിരിച്ചു വരുവാണ്. ആ കണ്ട, ഒന്നും അറിയാണ്ട് ഇത് നല്ല ഉറക്കം. മോയ് ബാ, എഴുന്നേക്ക്. സ്ഥലത്തി ചായ കുടിക്കാം. ബാ ബാ, ചായ കുടിക്കണ്ടേ? ചായ കുടിക്കുന്ന ക്യാമറ പൊക്കി പിടിച്ചോണ്ട് ഇവിടെ ആനിവേഴ്സറി ഇല്ലേ? അത് ചായ കുടിക്കുന്നത് അതൊക്കെ വേണം. പിന്നെ എല്ലാം വേണം. ബാ ബാ, ഇറങ്ങി വാ. ബായോ, ഇറങ്ങി വാ. ചായ
കുടിക്കാൻ വിളിച്ചിട്ടുണ്ടോ? നോക്ക് എവിടെയാ സ്ഥലം നോക്ക്. നമ്മള് മൂന്നിക്ക. എന്ത് കോലത്തിലാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ നിക്കറിട്ടോണ്ടിറങ്ങിയിരിക്കുന്ന ഒരാള്. പക്ഷെ എന്നെ കണ്ട ഫുൾ സെറ്റപ്പ് വിത്ത് ജീൻസ് ടീഷർട്ട്. ഇതെന്താണിത്? വീട്ടിൽ നിന്ന് എന്തോരം നേരം എടുത്തപ്പോ ഇവിടെ എത്താൻ? 5 മണിക്കൂർ. 5 മണിക്കൂർ ഞാൻ ഉറങ്ങി. ഇപ്പൊ സമയം 10. നമ്മ എന്നിട്ട് പോവാണോ ചായ കുടിച്ചിട്ട്? ഇപ്പൊ തന്നെ പോവാം നമ്മള്. പക്ഷെ എന്നാലും എന്ത് കോലത്തിലാണ്. എന്റെ എക്സ്ട്രാ ഡ്രസ് എങ്കിലും എടുക്കാറില്ലേ? പല്ല് പോലും തേച്ചിട്ടില്ല. എന്നാ ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ ഹോട്ടലിലോട്ട് വന്നേക്കണ? വേറെ എവിടെയെങ്കിലും പോയാൽ പോരെ? ഇല്ല, നമ്മുടെ ആനിവേഴ്സറി ഇല്ല. പോയി റിച്ചൊക്കെ വിചാരിച്ചു. എന്റെ ദൈവം, ഈ കോലത്തിലാണ് ഇതിനകത്തോട്ടൊക്കെ വന്നത്. നിന്നെ ഞാൻ കൊല്ലും. വീട്ടുകാരായിട്ട് പട്ടി നോക്ക്. ഹായ്. നിക്കറിട്ട് എവിടെ പോണു? ശരി വെച്ച് കയറി നോക്ക്. നോക്കട്ടെ എപ്പോഴും ചാവിടിക്കത് കോലത്തിൽ വന്ന് നോക്കി. മോർണിംഗ്. ഒരു തിരിച്ചു വിടില്ല എന്നെ. ആണോ? എനിക്കറിയായിരുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പോകുന്നതാ ഞങ്ങളുടെ റൂം. ലക്ഷറിയാ. ചായക്ക് അറിയാൻ പാടില്ല. അതെ അതെ. ഓക്കെ തുടങ്ങില്ലേ? റോളിംഗ്. കാണാം. എന്റെ പൊന്നി എന്താണ്? സ്വിമ്മിംഗ് പൂൾ അതല്ല. ഫോളോ മീ. അടിപൊളി. സന്തോഷം. വെറുതെ ജമ്പ് ചെയ്ത് റൂമിൽ മൊത്തം വെള്ളമാക്കി. അത് വരുമ്പോൾ റൂം ഫുള്ള് വെള്ളം. ടീച്ചറാ ഒരു കത്തി എടുക്കാം, നമുക്ക് ചുരണ്ടി എടുക്കാം. അടിപൊളി. നല്ല ആംബിയൻസ്. എത്ര പൊട്ടിച്ച്? ബേസിക്കലി എൻ്റെ ഡാഡ് വളരെ റിച്ച് ആണ്. സോ ക്യാഷ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. യു ഐ വാസ് ബോൺ റിച്ച്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് തെറിയാക്കണ്ടൊക്കെ ഉള്ള കാര്യം പറ. ഓക്കെ, സോ യു നോ ഐ വാസ് ബോൺ റിച്ച്. യു നോ ഒരു ലോ മിഡിൽ ക്ലാസ് ഫാമിലി റിച്ച് അടിച്ച പോയാണ് ഞാൻ. അപ്പൊ എൻ്റെ ക്യാഷ് ഉണ്ട്. എനിക്ക് എന്ത് പാകാം. ഇത് പണക്കാരൻ്റെ രോദനം. അതെ. സാധാരണ ആളുകൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നത്. ഇത് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്കാണ്. രസമുണ്ടല്ലേ? ആക്ച്വലി നമ്മൾ വന്ന് കയറിയപ്പോൾ റിസപ്ഷനിൽ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ദിവസം ഹോട്ടലിൽ സ്പെൻഡ് ചെയ്തിട്ട് നാളെ രാവിലെ മുതൽ മൂന്നാർ മൊത്തം ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് കണ്ടു തീർക്കാൻ തന്നെ നമുക്ക് 2 ദിവസം വേണം. നമ്മളിനി മൂന്നാർ എങ്ങനെ പോകും? ആരത്? ഇനി വാ, നമുക്ക് ഉണ്ണിക്കുട്ടന്റെ റൂമിൽ പോയി കഞ്ചി ഒളിക്കാം. എന്തോ ആംബുലൻസോ? ലോക്കായി. കീയോടാന്ന് പറയാ അതാണോ? എനിക്കറിയാൻ പറ്റില്ല. കിയാത്ത ആ ചേട്ടനും ചേച്ചി ഒന്നര വിളിക്കാം. ചേട്ടാ നിങ്ങളിപ്പോ തന്നുപോയ മറ്റേ ലക്ഷറി റൂമില്ലേ, ആ റൂം ദേ ലോക്കായി. നിങ്ങൾ എവിടെ പോയാലും ഈ ചാവി വെച്ചുള്ള പരിപാടി, എവിടെ പോയാലും റൂം ലോക്ക് ചെയ്തിട്ട് പോകും. എന്റെ ചാവി കൊണ്ട് കളയും. ഇനി അവരെ വിളിക്കും. ഗോവയിൽ പോയാലും 3 വന്നാലും ചാവി വെച്ചുള്ള പരിപാടി. നമ്മുടെ ഉണ്ണിക്കുട്ടന് വേണ്ടി മീനിക്കുട്ട അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എനിക്ക് കൂട്ടിന് ചേച്ചിയുണ്ട്. അതും വിത്ത് താറാവ്. വലിയ വാഷ് ബേസിൻ ഉണ്ട്. ഞാൻ തന്നെ രാത്രി. ഗായ്സ്, അപ്പോൾ ദേ അടിച്ച് നനച്ച് കുളിച്ച് ഇതേ ആൾ വന്നിട്ടുണ്ട്. നോക്ക്,
ഇത് ചെറിയൊരു പ്ലേ ഏരിയ പോലത്തെ സ്ഥലമാട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അടിപൊളി. ഗൈസ് ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ഫിഷ് ഫിംഗേഴ്സ് ഓർഡർ ചെയ്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ആക്ച്വലി ഇത് ക്യാബേജ് അല്ലയോടാ, ചീറ്റൂസ് പോലെ ഇരിക്കുന്നു. ഒരു കാലെടുത്ത് വെക്കുന്നു, തണുക്കുന്നു, തിരിച്ചു വെക്കുന്നു, ചാടിക്കറി മേലെ പോകുന്നു. ഇതിലെടുത്തതാ വലത്തേതാ? എന്റെ ഇത് ചെറുതാ, എനിക്ക് എന്റെ കാല് പുറത്താ. നാളെ ട്രക്കിംഗ് എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ കർത്താവേ, നമ്മളിന്ന് റൂം മാറി. നമ്മളിന്ന് വേറൊരു അടിപൊളി റൂമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇന്ന് നമുക്ക് കുറെ പുതിയ ഡിഷസ് ട്രൈ ചെയ്യണം അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോകുന്നു. നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ പോകട്ടോ. ജീപ്പിലാ പോകാൻ പോണേ. പോട്ടെ. ഞാൻ അവിടെ തരും. ആരെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വിചാരിച്ചാൽ മതി. ചെറിയല്ലേ മകര വിളക്ക് കണ്ടു. ഞാൻ എന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. എന്റെ കിഡ്നിയൊക്കെ വായിക്കാതെ ഇറങ്ങിയോ? ഇവിടെ പറക്കാടിന്റെ എന്തോ ആയുർവേദം അവിടെ എന്തോ തുടങ്ങുന്നു പറഞ്ഞില്ലേ?
അപ്പൊ രാത്രി അങ്ങോട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പോവാം. പോകൂ. ഈ കമ്പി കൂടെ ഇറങ്ങണോ? ആ കമ്പി ചാടണം. നിർബന്ധമൊന്നുമില്ല. ഞാൻ ക്യാമറ നടക്ക് പിടിക്കണോ? എന്താ ഓക്കെ. ഇവിടെ ശിവ മോളിൽ റോപ്പുണ്ട്, പിടിക്കാം. എന്നാ എത്തുന്നില്ല. ഈശ്വരന്മാര് പിടിക്കണോ? ഇല്ല പൊക്കോ. കൊണ്ടുവാ. ഞാൻ ഇങ്ങനെ അങ്ങ് വരാം. നീ വരത്തില്ലയോ? ഞാൻ വരുന്നുണ്ട്. ഇങ്ങോട്ടോ? പെട്ടെന്ന് തീരെ നടക്കൂ. നിങ്ങൾ ഇത് കാണണം, കണ്ട് ഇങ്ങനെയാണ് പോണത്. ഞാൻ വരാം, നിങ്ങൾ പൊക്കോ. അപ്പൊ അങ്ങനെ നമ്മളിത് സൈക്കിൾ റോപ്പ് അല്ലേ? പോയില്ല. ചരിവുണ്ടാവും. ചവിട്ട്. ആഞ്ഞ ചവിട്ട്. മതി വലിച്ചോളാൻ. എന്താണ് അഭിപ്രായം? പറയൂ. ഈ ഹാൻഡിൽ ഒരു ചെരുവുണ്ട്, പിന്നെ ഈ സാധനം ചവിട്ടിയിട്ട് പോകുന്നില്ല. ഗോപ്രോ വിനോദ് വേണ്ട, നീ പോയിട്ട് വാടാ. അവിടെ ഗോപ്രോ ഒറ്റ വെള്ളത്തോട്ട് ഞാൻ കൊല്ലും. വിനോദ് വേണ്ട പ്ലീസറാ. നമുക്ക് നോക്കാം. നോക്ക് 2 സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങ് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഈശ്വരാ, ഒരു ചരിവുണ്ടോ? എന്താ നീങ്ങാത്തത്? എന്താ നീങ്ങാത്ത സൈക്കിള്? ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല എന്ന്. എന്റെ പൊന്നി. ഓ നീങ്ങ് പണ്ടാരോട് അങ്ങനെയായിട്ട്. അയ്യോ, വലിച്ചോ. മതി. ഇതിനപ്പുറം പറ്റുന്നില്ല. ദൈവമേ. ഞാൻ പറഞ്ഞില്ലേ റിസ്ക് അല്ല, എനിക്ക് റിസ്ക് സാപ്പിടുற മാതിരി. എൻ്റെ അമ്മേ, എന്നെ ഇറക്കി വിടുന്നു. അപ്പൊ ഞാൻ ആരാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? സെൽഫി എടുക്കാം. നമ്മൾ വീണ്ടും റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുവാണ്. ഉച്ചക്കത്തെ ഫുഡ് പക്ഷെ കഴിക്കുന്ന 3:30-ക്കാണ്. ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫോട്ടോസാണ്. ഒരു കാടിൻ്റെ നടുക്കുന്ന് എടുത്ത പോലത്തെ ഫോട്ടോസാണ്. ഫോട്ടോസ് കാണാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അല്ലേടാ? ഫുഡ് വരും ഇപ്പോൾ.
ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ കൂടെ നോർന്നു തലവേദനയാണ്. അത് അസുഖമാണത്. കൃത്യമായിട്ട് തലവേദന എടുക്കുന്ന ഗൈസ്. ഉറങ്ങിയിട്ടില്ല. ആര്? നീ. ഞാൻ. പക്ഷെ എനിക്കാ തലവേദന. അവൻ ഉറങ്ങിയില്ലെങ്കിൽ എന്താ തലവേദന എനിക്കാ. മരിച്ചതേ ഒരൊറ്റടി പോയി. ബാക്ക് ബമ്പർ പറഞ്ഞു. സോറി ചേട്ടാ. നിന്റെ കാറിന്റെ എൻ്റെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ബൈ ബൈ.